ബാരാമതി വിമാന അപകടത്തിൽ സത്യം മറനീക്കി പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുകയാണ് മറാത്തയിലെ കോടിക്കണക്കിന് ജനങ്ങൾ. അപകടം നടന്ന മാസം 1 തികയുമ്പോഴും ഇന്നും ബ്ലാക്ക് ബോക്സിലെ ഡാറ്റകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അട്ടിമറി സാധ്യതകൾ ബലപ്പെടുത്തുന്നുണ്ട്. മറാത്ത മുഖ്യമന്ത്രി അജിത് പവാറും സംഘവും സഞ്ചരിച്ചിരുന്ന ചെറുവിമാനമാണ് അഗ്നിനാളങ്ങൾക്ക് ഭക്ഷണമായി മാറിയത്. ഔദ്യോഗിക പരിപാടികൾക്കായി ബാരാമതിയിലേക്ക് പുറപ്പെട്ട അജിത് പവാർ വിമാനാപകടത്തിൽ ഓർമ്മയായി മാറിയെങ്കിലും ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടത്. എന്നാൽ ഇതുവരെയായിട്ടും തന്റെ സർക്കാരിലെ രണ്ടാമന്റെ മരണകാരണം പുറത്തു കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുന്നില്ല. CBI വന്നാൽ കേസിന്റെ സത്യാവസ്ഥ പുറത്താകുമോ എന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. നേരത്തെ അജിത് പവാറും ശരത് പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇനിയും പിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ലെന്നും പവാർ പക്ഷങ്ങൾ ഒന്നാകുമെന്നും അജിത് പവാർ പറഞ്ഞു. NDA കൂടാരത്തിൽ നിൽക്കാമെന്ന അജിത് പവാറിന്റെ നിലപാട് അന്ന് ശരത് പവാർ പാതി മനസ്സോടെ സ്വീകരിച്ചുവെന്നാണ് അന്ന് മറാത്ത പത്രങ്ങൾ എഴുതിയത്. അതിനും ദിവസങ്ങൾക്ക് മുൻപ് BJPക്കെതിരെ വെടിപൊട്ടിക്കാനും അജിത് പവാർ തയ്യാറായത് ഏറെ ഞെട്ടിച്ച ഘടകമാണ്. തന്റെ കയ്യിൽ നിലവിൽ തെളിവുകളുണ്ടെന്നും അത് താൻ പുറത്തുവിട്ടാൽ BJPക്കാർ നാണം കെടുമെന്നുമെല്ലാം അജിത് പവാർ പറഞ്ഞതാണ്. ഇതാണ് അപകടത്തിൽ അട്ടിമറിയുണ്ടെന്ന വാദത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ച ഘടകം. ഈ വിഷയം രാഹുൽ ഗാന്ധി അടക്കം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോഴും മൗനം മാത്രമായിരുന്നു BJPക്ക് മറുപടി. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അജിത് പവാറിന്റെ മകൻ ജയ് പവാർ. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് സമഗ്രമായ അന്വേഷണം എന്നത്. അതുകൊണ്ട് തന്നെ ബാരാമതി വിമാനാപകടത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്നാണ് ജയ് പവാർ ആവശ്യപ്പെടുന്നത്. തന്റെ പിതാവും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ അപകടത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് ജയ് പവാർ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടത്. ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അത്ര എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയില്ലെന്നും സുതാര്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ വ്യക്തമാകൂ എന്നും ജയ് പവാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്ലാക്ക് ബോക്സിൽ വിവരങ്ങൾ അപ്രത്യക്ഷമായതാണ് ജയ് പവാറിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഘടകം. വിമാനത്തിന്റെ സുപ്രധാന ഘടകമാണ് ഈ ബ്ലാക്ക് ബോക്സ്. വിമാനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ കാരണം അറിയാൻ മറ്റു വഴികൾ തേടേണ്ട കാര്യമില്ല. എന്നാൽ അജിത് പവാർ മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ ഈ ബ്ലാക്ക് ബോക്സുകൾ കാണാതെ പോയതാണ് അട്ടിമറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകം. അപകടമുണ്ടായ അന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ മാസം 28-ന് പൂനെയിലെ ബാരാമതി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനെയാണ് അജിത് പവാറും മറ്റ് 4 പേരും സഞ്ചരിച്ചിരുന്ന ലെയർജെറ്റ് 45XR വിമാനം തകർന്നു വീണത്. വിമാനം പ്രവർത്തിപ്പിച്ച വ്യോമയാന സ്ഥാപനമായ VSR Ventures പ്രൈവറ്റ് ലിമിറ്റഡിനെ നിരോധിക്കണമെന്നും ജയ് പവാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുനേന്ദ്ര പവാർ, പ്രഫുൽ പട്ടേൽ, സുനിൽ തദ്കരെ എന്നിവരടങ്ങുന്ന മുതിർന്ന NCP നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ നേരിൽ കണ്ടിരുന്നു. സംഭവത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നതായി MLA രോഹിത് പവാറും ആരോപിച്ചിരുന്നു. പൈലറ്റിന്റെ മുൻകാല ട്രാക്ക് റെക്കോർഡിലെ പിഴവുകളും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും DGCAയും സംഭവത്തിന് അന്വേഷണം നടത്തുന്നുണ്ട്. വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടെടുക്കാൻ വിദഗ്ധ സഹായം തേടിയിട്ടുണ്ടെന്ന് AAIB അറിയിച്ചിട്ടുണ്ട്. മാസം 1 തികയാറായിട്ടും ഈ വിവരങ്ങൾ പോലും കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണത്തിന്റെ പോരായ്മയാണെന്നും പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സമഗ്രമായ CBI അന്വേഷണം അജിത് പവാറിന്റെ മകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.